കാസർഗോഡ് ജില്ലയിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. കർണാടകയിൽ നിന്ന് വാങ്ങുന്ന പ്രതിദിന വൈദ്യുതി 50 മെഗാവാട്ടായി ഉയർത്താൻ തീരുമാനം. KSEBയുടെയും കർണാടക പവർ ട്രാൻസ്മിഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെയും ഉന്നത ഉദ്യോഗസ്ഥർ നടത്തിയ ചർച്ചയിലാണ് പ്രശ്നപരിഹാരമായത്. 22 മെഗാവാട്ട് വൈദ്യുതിയായിരുന്നു ഇതുവരെ കർണാടക പ്രതിദിനം കാസർഗോഡിന് നൽകിയിരുന്നത്. എന്നാൽ ഇത് അപര്യാപ്തമായിരുന്നു. പ്രതിദിന വിഹിതം വർദ്ധിപ്പിക്കണമെന്ന് നേരത്തെ കേരളം പലതവണ ആവശ്യപ്പെട്ടെങ്കിലും പരിഹാരമുണ്ടായിരുന്നില്ല. എന്നാൽ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായതോടെയാണ് കർണാടക ആവശ്യം അംഗീകരിച്ചത്. ഇതോടെ മൈലാട്ടി വിദ്യാനഗർ മൾട്ടി സർക്യൂട്ട് മൾട്ടി വോൾട്ടേജ് ലൈനിന്റെ പണി വേഗത്തിലാക്കാൻ സാധിക്കും. 110 kV മഞ്ചേശ്വരം, കുമ്പനൂർ, വിദ്യാനഗർ, മുള്ളേരിയ സബ്സ്റ്റേഷൻ പരിധിയിലും 33 kV പെർള, ബദിയടുക്ക, കാസർഗോഡ് ടൗൺ, അനന്തപുരം സബ്സ്റ്റേഷൻ പരിധിയിലുമാണ് ഇതിന്റെ ഗുണം ലഭിക്കുക. നിലവിലുള്ള 110 kV ലൈനിന്റെ അതേ കോറിഡോറിൽ തന്നെ പുതിയ ലൈൻ വലിക്കുന്നതിനാൽ മൈലാട്ടി വിദ്യാനഗർ 110 kV ലൈൻ പകൽ സമയത്ത് പണിക്ക് വേണ്ടി ഓഫ് ചെയ്യുന്നത് ഈ 8 സബ്സ്റ്റേഷൻ പരിധിയിൽ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. കർണാടകയിൽ നിന്ന് ലഭിച്ചിരുന്ന 22 മെഗാവാട്ട് വൈദ്യുതിയും പൈവളികെ സൗരോർജ്ജ പാർക്കിൽ നിന്ന് ലഭിക്കുന്ന 40 മെഗാവാട്ടോളം വൈദ്യുതിയും ചേർത്താണ് ഇവിടുത്തെ ആവശ്യം നിറവേറ്റിയിരുന്നത്. സൗരോർജ്ജ പ്ലാന്റിൽ വൈദ്യുതി സംഭരിച്ചു വെക്കാനുള്ള ബാറ്ററി, എനർജി സ്റ്റോറേജ് സിസ്റ്റം ഇല്ലാത്തതിനാൽ രാവിലെ 10 മണി കഴിഞ്ഞ് പ്ലാന്റ് പ്രവർത്തനക്ഷമമാകുന്നതോടെ മാത്രമേ അവിടെ നിന്ന് വൈദ്യുതി ലഭിക്കാൻ തുടങ്ങുകയുള്ളൂ. വൈകിട്ട് 3:30 കഴിഞ്ഞാൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ അളവ് കുറയാനും തുടങ്ങും. 60 മുതൽ 75 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇവിടെ ശരാശരി ആവശ്യം വരുന്നത്. ഇടവിട്ട് സബ്സ്റ്റേഷൻ മാറി മാറി ഓഫ് ചെയ്താണ് കഴിഞ്ഞ വേനൽക്കാലത്ത് ഈ പ്രതിസന്ധി പരിഹരിച്ചിരുന്നത്. കർണാടക അനുകൂല നിലപാട് സ്വീകരിച്ചതോടെ ഈ വർഷം പ്രശ്നമില്ലാതെ വൈദ്യുതി വിതരണം നടത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് KSEB അധികൃതർ. ന്യൂസ് മലയാളം, കാസർഗോഡ്.